നേരെ നിൽക്കണുണ്ടോ ഫ്രൂട്ട് സൈഡ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ബോധം പോയതാണ്. ഫ്രൂട്ട് സൈഡ്സ് ഫുൾ ഫ്രൂട്ട്സുകളാണ്. നമുക്കെല്ലാം ഒരു 2 കിലോ വെച്ചിട്ട് എടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ പോകാൻ കേട്ടോ. എല്ലാം പറഞ്ഞില്ലേ എല്ലാവരും? എല്ലാം പറഞ്ഞില്ലേ ജ്യൂസുകൾ? എന്താ പറഞ്ഞേക്കണ്? ജീരസോടെ അല്ലേ? ഓരോ നീ എന്താ പറഞ്ഞേക്കണ്? ഒതലങ്ക ജ്യൂസോ? ആ ഇവിടെയൊക്കെ സെക്കൻഡ് ഹാൻഡിൽ എത്രയൊക്കെ ഫ്രഷ് ഉള്ളത്. ഇല്ലെങ്കിൽ ചീഞ്ഞ കുറച്ച് മുന്തിരി ചീഞ്ഞ കുറച്ച് ആപ്പിളൊക്കെ മേടിക്കാത്ത അറിയില്ല. സ്വത്തുമണി കിട്ടിയിട്ടില്ല. എന്റെ ആപ്പിളാവിന്റെ സബരി ജില്ല എന്ന് പറ്റിച്ചു. ഇന്ന് ആപ്പിളിക്കാട്ടിന്റെ വിലയുണ്ട് സബരി ജില്ലിന്. അല്ലേട്ടാ എന്നാ ആപ്പിളിക്കാട് വിലയല്ലേ സബരി ജില്ലിന്? സബരി ജില്ല ഇവിടെ ഇല്ലാന്ന് അതിന് വില പിടിച്ചടിക്ക്. സ്വത്ത് എന്താ പറഞ്ഞേക്കണ്? ആവശ്യമില്ല വെക്കണോ അവിടെ അരി ആട്ടാനും കൂടി ഇതില്ല. ഫ്രൂട്ട്സ് കൊടുക്കാൻ നിൽക്കേണ്ടി വരും ഞാൻ. ഓ നിനക്ക് മുന്തിരി ജ്യൂസ് പിന്നെ 7up എല്ലാം കൂടി കുത്തി പറയും. അവിടെ ഇരിക്കും, ഞാൻ എല്ലാ വരെയും വാങ്ങിത്തരാം. അവിടെ ഇരുന്നോ. അവനെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ, അവന് വിവരമില്ലാത്ത കുട്ടിയാണ്. പോണ സമയത്ത് 2 കിലോ ചീഞ്ഞ ആപ്പിൾ വാങ്ങിത്തരാം ഞാൻ. കെടി വൃത്തിയാക്കിയിരുന്നോ. ഇതാ പേരക്കുണ്ട്, ഇത് അത് നോക്കി. ഇത് പഴയതായില്ലേ? ഓക്കെ അപ്പൊ എന്നെ കണ്ടേ, ഞാനാണ് ഇതിന്റെ നായകൻ. സുഭാഷ് ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരും. അതും പിന്നെ ജ്യൂസ് കട പൊളിക്കല്ലേ മകളെ. അച്ഛാ ബഹുത് അച്ഛാ. യെസ് സമീ താങ്ക് യു താങ്ക് യു താങ്ക് യു. എത്ര പിടിക്കണ ഇല്ല? കല്യാണം കഴിഞ്ഞോ? എന്റെ വയറ് തിക്കായി, ഞാൻ ജീരസോറ് കുടിച്ചു. കുറച്ച് പതെങ്കിലും വെക്കണി അതില്. ആളുകൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാലേ പെട്ടെന്നൊരു സ്ട്രോ കളയലുണ്ട്. ശരിക്കും ജ്യൂസ് കുടിച്ചാൽ സ്ട്രോ കളയരുത്. എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെ കൈ പിടിച്ചിട്ട് അപ്പുറത്തെ ആൾക്കാരിൽ നിന്ന് പോയിട്ട് ഇതെങ്ങോട്ട് കൊണ്ടുപോവാ. 260 ജ്യൂസ് കുടിച്ച് ഇങ്ങോട്ട് വേണ്ട. ഞാനൊരു 100 ഇട്ടു. ഞാൻ 60 ഇട്ടു. അപ്പോൾ 160 ഉള്ളൂ. ആവട്ടെ നിങ്ങൾ വിട്ടോന്നാ. ഞാൻ അവിടെ പണി വല്ലതുണ്ടോന്ന് നോക്കട്ടെ.